ചെയ്തു. കുറച്ചായിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. 2 ബാഗ് എന്തായാലും എടുക്കേണ്ടി വരും. ബിക്കോസ് ഈ ഒരു ബാഗിൽ ഫുൾ എൻ്റെ ബ്ലാങ്കറ്റ് വെച്ചപ്പോഴേ നിറഞ്ഞു. അതിൽ ഞാൻ കുറച്ച് ഫുഡ് ഐറ്റംസ് വെക്കാമെന്ന് വിചാരിക്കുന്നു. ഇതെല്ലാം കയറില്ല. ഈ ബാഗിൽ ഫുൾ ആ ഡ്രസ് ഐറ്റംസ്. ഞാൻ ഇതിലൊരു ബ്ലാങ്കറ്റ്, 1 ബെഡ്ഷീറ്റ്, 1 പില്ലോ കവർ, കുറച്ച് ന്യൂസ് പേപ്പേഴ്സ് ഉണ്ട്. ബട്ട് ഈ ഒരു ഫുഡ് ഐറ്റംസ് ഒന്നും എല്ലാം അതിൽ കയറില്ല. സോ ഇത്രയും ഡ്രസ്സും ഉണ്ട്. കുറച്ച് ഫുഡ് ഐറ്റംസും മാസ്കും ഞാനിതിൽ അഡ്ജസ്റ്റ് ചെയ്തു. ബട്ട് ഇത് അടയ്ക്കാൻ പറ്റുന്നില്ല ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നാണ് ഞങ്ങൾ ഹൈദരാബാദ് പോകുന്നത്. എല്ലാവരും അങ്ങനെ ഒരു ഓവർ എക്സൈറ്റ്മെൻ്റ് ഒന്നും ആർക്കും ഉണ്ടായിരുന്നില്ല. ബട്ട് സ്റ്റിൽ ഒരു എക്സൈറ്റ്മെൻറ്റ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. ബിക്കോസ് കുറേ പേര് ആദ്യമായിട്ടാണ് ട്രെയിനിൽ കയറുന്നത്. ഇൻഫാക്റ്റ് ഞാൻ കയറിയിട്ടുണ്ട്, പക്ഷേ ഒരു ലോങ് ട്രാവലല്ല. അപ്പോൾ ട്രെയിനിൽ എങ്ങനെയായിരിക്കും എന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ബിക്കോസ് എല്ലാവരും ഈ ട്രെയിൻ എന്ന് പറയുമ്പം വാഷ്റൂം അതാണല്ലോ കൺസേൺ. പക്ഷേ എങ്ങനെയൊക്കെ ഞങ്ങൾ മാനേജ് ചെയ്തു, വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ട്രെയിനിൽ കൂടുതൽ വിഷ്വൽസ് എടുത്തിട്ടില്ല. പിന്നെ രാത്രി സാറ് വന്ന് ഞങ്ങളെ വഴക്ക് പറഞ്ഞ് എല്ലാവരും ഉറങ്ങണം എന്ന് പറഞ്ഞ് ഞങ്ങളെ ഉറക്കി. എന്നിട്ടാണ് സാറ് പോയത്. ഇപ്പം ഞങ്ങൾക്ക് രാത്രിയുള്ള കുറച്ച് ഞങ്ങൾക്ക് പ്ലാനിങ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊന്നും കാര്യമായി നടന്നില്ല. പിന്നെ കഷ്ടകാലത്തിന് ഞങ്ങൾ അന്ന് ഒരു 8:30 ആയപ്പോൾ ബർത്തൊക്കെ ശരിയാക്കി ഞങ്ങൾ കിടന്നു. ആർക്കും ഉറക്കവും വന്നില്ല, ആർക്കും മര്യാദയ്ക്ക് ഉറങ്ങാനും പറ്റുന്നില്ല. എന്നാലും ഞങ്ങൾ ഉറങ്ങി. ഓക്കെ, അപ്പം എങ്ങനെയോ ഉറങ്ങാതെ നേരം വെളുപ്പിച്ചു ഗൈസ്. കാരണം നല്ല ബുദ്ധിമുട്ടായിരുന്നു ഉറങ്ങാൻ. ഫസ്റ്റ് ഓഫ് ഓൾ ആ ലൈറ്റ്, പിന്നെ രാത്രിയായപ്പോൾ എവിടെ നിൽക്കുകയോ ഇല്ലാത്ത ആൾക്കാർ പോലും ഞങ്ങളുടെ ആ ഏരിയയിലേക്ക് വന്ന് നിന്ന് സംസാരിക്കുക. അപ്പോൾ ഉറങ്ങാനേ പറ്റിയില്ല. പിന്നെ മോർണിംഗ് വിഷ്വൽസ് ഒക്കെ ട്രെയിനിൽ നിന്ന് അടിപൊളിയായിരുന്നു. മോർണിംഗും നൈറ്റും ആണ് എനിക്ക് ട്രെയിനിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത്. പാട്ടൊക്കെ കേട്ട് വൈബ് ചെയ്യാനായിട്ട് നല്ല രസമാണ്. ഓക്കെ, അപ്പം രാവിലെ ഞങ്ങൾ എങ്ങനെയൊക്കെയോ നേരം വെളുപ്പിച്ചു. പിന്നെ റൂം എത്തിയാൽ മതി എന്നായി. അങ്ങനെ റൂം എത്തിയപ്പോൾ ഒരു ഹാഫ് ഞങ്ങൾക്കൊരു സമാധാനമായി. കാരണം ഞങ്ങൾ വിചാരിച്ച പോലെ ഞങ്ങളെല്ലാവരും ഒരു റൂമിലായി. ഇനി നെക്സ്റ്റ് സൈറ്റ് സീയിങ് ആണ്. ഞങ്ങളവിടെ എത്തി ഒന്ന് ഫ്രഷപ്പ് ആയിട്ട് ഇന്നൊരു 3 സ്പോട്ട് കാണാനുണ്ട്. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണിപ്പോൾ. ഇതായിരുന്നു ഞങ്ങളുടെ ഗൈഡ് ചേട്ടൻ, ദാമോദർ അങ്ങനെയാണ് പേരെന്നാണ് എൻ്റെ ഓർമ്മ. ഫസ്റ്റ് ഞങ്ങൾ ബിർള മന്ദിറിലാണ് പോകുന്നത്. അപ്പോൾ അവിടെ ഫോൺ അലൗഡ് അല്ല, അതുകൊണ്ട് കൂടുതൽ വിഷ്വൽസ് ഇല്ല. പുറത്തുള്ള ജസ്റ്റ് വിഷ്വൽസ് മാത്രമേ ഉള്ളൂ. പിന്നെ ഇത് കണ്ടോ, ഇത് എന്ത് രസമാണെന്നറിയോ? ഇത് പ്രത്യേകിച്ച് നൈറ്റ് കാണാനാണ് ഏറ്റവും രസം. കാരണം ആ സിറ്റിയുടെ ഫുൾ റിഫ്ലക്ഷൻ ആ ഒരു ഇതിൽ നമുക്ക് കാണാൻ പറ്റും. എനിക്കെൻ്റെ നെയിമൊന്നും ഓർമ്മയില്ല. പിന്നെ അവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷൻ ആയിരുന്നു സെക്രട്ടേറിയറ്റ്. അയ്യോ എന്ത് രസമായിരുന്നു എന്നറിയോ കാണാൻ. ബിക്കോസ് അത് എനിക്കറിയില്ല, അരുന്ധതി ഫിലിമിലെ പാലസ് പോലെയാണ് എനിക്കത് ശരിക്കും തോന്നിയത്. എനിക്ക് അവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആദ്യത്തെ ദിവസം കണ്ടതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതായിരുന്നു ആ സെക്രട്ടേറിയറ്റിൻ്റെ വിഷ്വൽസ്. അത് കണ്ടിട്ട് ഞങ്ങളെല്ലാവരും വീണ്ടും കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതൊരു അടിപൊളി വിഷ്വലായിരുന്നു. പിന്നെ ഞങ്ങൾ ഒരു ലേസർ ഷോ കാണാൻ പോയി. പക്ഷേ എനിക്ക് ലേസർ ഷോ ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. കാരണം അതിനകത്ത് പ്രത്യേകിച്ചൊന്നുമില്ല, ജസ്റ്റ് ഒരു ലേസർ ഷോ അത്രയേ ഉള്ളൂ. ഐ തിങ്ക് അതൊരു ഹൈദരാബാദിൻ്റെ ഹിസ്റ്ററിയാണ് അവിടെ കാണിച്ചതെന്നാണ് എൻ്റെ വിശ്വാസം. എനിക്കൊന്നും മനസ്സിലായില്ല കാര്യമായിട്ട്. പിന്നെ അത് കണ്ടുകൊണ്ടിരുന്നു, അത്രേ ഉള്ളൂ. പക്ഷെ അത് ലേസർ ഷോ വേണ്ടായിരുന്നു എന്ന് തോന്നുന്നു. ബട്ട് സ്റ്റിൽ ഓക്കെ, ഇരിക്കട്ടെ, എന്തായാലും അവിടെ വരെ പോയല്ലോ. ഓക്കെ, ലേസർ ഷോ വലിയ വേർത്ത് ദ ഹൈപ്പൊന്നും അല്ല. ഇറ്റ്സ് ഓക്കെ, അങ്ങനെ അത്രേ ഉള്ളൂ. ഒരു ഓക്കെ ആയിരുന്നു. ഇത് അത്യാവശ്യം കുറേ ടൈം ഉണ്ടായിരുന്നു. അപ്പോൾ ചെറുതായിട്ടൊക്കെ ബോറടിച്ചു. പിന്നെ ഞങ്ങളവിടെ ഫോട്ടോസൊക്കെ എടുത്ത് ഇങ്ങനെ ഇരുന്നു. പിന്നെ ഈ ഒരു സംഭവമൊക്കെ കൊള്ളായിരുന്നു കേട്ടോ. ആകെ എനിക്ക് ഇതൊക്കെയാണ് ഇഷ്ടപ്പെട്ടുള്ളൂ. കാര്യമായിട്ട് ഇതിനകത്തൊന്നും അടിപൊളിയാണെന്ന് പറയാനില്ല. പക്ഷെ ആ ഒരു ആംബിയൻസ്, എനിക്ക് ഹൈദരാബാദ് പ്ലേസ് ശരിക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ അവിടുത്തെ ആംബിയൻസിലൊക്കെ ഇരുന്ന് ഇങ്ങനെയൊക്കെ വൈബ് ചെയ്യാൻ കൊള്ളാം, നല്ല രസമാണ്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ നടന്നു. വീണ്ടും ആ സെക്രട്ടേറിയറ്റ് കണ്ടപ്പോൾ എനിക്ക് വയ്യ. ഐ ഫെൽ ഇൻ ലവ് വിത്ത് ദാറ്റ്. ഓക്കെ, അവിടെ നിന്ന് ഞങ്ങൾ
ജസ്റ്റ് ഒരു വാക്കിന് വേണ്ടിയിട്ട് നടന്നു. ജസ്റ്റ് സിറ്റിയൊക്കെ ഒന്ന് കാണാൻ വേണ്ടി നടന്നു, അത്രേ ഉള്ളൂ. ആ ലേക്കിൻ്റെയൊക്കെ സൈഡിൽ കൂടെ ഒന്ന് നടന്നു. ആ ബ്രിഡ്ജ് കാണാൻ നല്ല രസമായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ ഒന്ന് നടന്ന് കുറച്ച് പിക്സൊക്കെ എടുത്തു. അപ്പോൾ ഇന്നത്തെ ഡേ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ലേക്കിൽ ബോട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ടൈം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ജസ്റ്റ് ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് വന്നത്. താങ്ക് യു.